എന്റെ ദൈവത്തിൽ ഇന്ന് നമ്മളോടൊപ്പം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും ശക്തമായ വനിതാ പ്രാതിനിധ്യങ്ങളിലൊന്നായ ശ്രീമതി ശോഭ സുരേന്ദ്രനാണ്. വളരെ ആദരവോടുകൂടി താഴ്മയോടുകൂടി ശ്രീമതി ശോഭാജിക്ക് സ്വാഗതം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഉള്ളൊരു ചിന്തയുണ്ട്. എന്താണ് ദൈവം അങ്ങയുടെ? എന്നെ സംബന്ധിച്ച് പലപ്പോഴും പല ഘട്ടങ്ങളിലും എന്നിലെ ഞാൻ അസ്വസ്ഥമാണ് പല കാരണങ്ങളാൽ. അത് ചിലപ്പോൾ എൻ്റെതായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഈ അസ്വസ്ഥമാവുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു അഭയമാണ് എനിക്ക് എൻ്റെ ദൈവം. ഒറ്റപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, വേദനിക്കുന്ന ആളുകൾക്ക് സഹായമായി ഞാൻ ഒരു ടൂളായിട്ട് മാറുന്നു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലെല്ലാം അത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവവും കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നന്മകളെല്ലാം ദൈവത്തിന്, തിന്മകൾ എനിക്ക് സ്വന്തം. വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ശോഭാജിക്ക്. ഈ മേഖലയിലേക്ക് വരാൻ അങ്ങനെ ദൈവം കൈപിടിച്ച് നടത്തിയ ചില സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ കേവലം ഒരു 13 വയസ്സിൽ തന്നെ വീടിൻ്റെ മുറ്റത്ത് സംഘശാഖ എടുക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് അവിടെ നടക്കുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ അവിടെ അവർ ചൊല്ലുന്ന ഗണഗീതവും അതിനകത്തെല്ലാം ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഉമ്മറത്ത് വന്നിരിക്കാനും അത് കാണാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഉപരിയായിട്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ കൊച്ചു വീടാണ്, പക്ഷെ ആ വീടിന് ഞാൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഓടിട്ട ഒരു 2 നില വീടാണ്. ഞങ്ങൾ കുറേ മക്കളുണ്ട്, 5 പെണ്ണും ഒരാണും. ഇപ്പം ഇത്രയധികം മക്കളും അമ്മയും അച്ഛനും ഒക്കെ ജീവിക്കുന്ന പരിമിതമായ സാഹചര്യത്തിനകത്ത് ഒരു നില ദൈവത്തിന് മാത്രമായിട്ട് ആ ദരിദ്രമായ കാലഘട്ടത്തിലും ഒഴിച്ചിട്ടിരുന്ന ഒരു അച്ഛൻ്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമുക്ക് ഭക്ഷണമില്ലെങ്കിൽ പോലും ദൈവത്തിന് ആ വിളക്കിൽ എണ്ണ കാത്തു വെക്കുക, അത് നാളെ കത്തിക്കാനുള്ള എണ്ണയുടെ കാര്യത്തിൽ ഇന്നേ കരുതലുള്ള ഒരു മരം വെട്ടുകാരൻ്റെ മകളായിട്ട് ഞാൻ ജനിച്ചു. അപ്പം അച്ഛൻ എപ്പോഴും പറയും എല്ലാം ദൈവമാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരുപക്ഷെ എൻ്റെ തുടക്കം. ചില സ്ട്രെയിഞ്ച് എക്സ്പീരിയൻസസ് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഒരു നോർമൽ ലോജിക്ക് വെച്ച് അനലൈസ് ചെയ്യാൻ കഴിയുന്നതിനൊപ്പം അത്തരം എന്തെങ്കിലും ദൈവീകമായ പാരാനോർമലായ അനുഭവങ്ങളോ മറ്റോ? ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു ചാൻസ് ഉണ്ടായി. കഴിഞ്ഞ പാലക്കാടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പാലക്കാട്ടുകാർക്ക് ഞാൻ അപരിചിതയാണ്. ഈ അപരിചിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പാലക്കാട്ടേക്ക് പോകാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ ആ ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഭഗവാനെ ഞാൻ എങ്ങനെയാണ് പാലക്കാട് പോകുക, പാലക്കാട് എന്തായിരിക്കും എൻ്റെ സിറ്റുവേഷൻ, കാരണം എങ്ങനെയായിരിക്കും എന്നെ പാലക്കാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കുക. ഈ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത്, എനിക്ക് പലരോടും അഭിപ്രായം ചോദിക്കണമെന്നുണ്ടായിരുന്നു. വളരെ വളരെ ഞാൻ സത്യത്തിൽ പലപ്പോഴും ഡെസ്പ് മൂഡിലേക്ക് എത്തുക എന്നുള്ള ഒരു സാധാരണക്കാരിയാണ് പലപ്പോഴും. അതല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ ഒന്നുമില്ലാതെ ഞാനിപ്പോ സാധാരണ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പലപ്പോഴും തളർന്നു പോകുന്ന പല ചാൻസസ്. അപ്പൊ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു കാര്യമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് ആലത്തിയൂര് ഹനുമാൻകാവിൽ പോകുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എൻ്റെ ദൈവം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കണ്ണടച്ചാൽ എനിക്ക് ജപിച്ചാൽ അടുത്ത് കിട്ടുന്നത് കൃഷ്ണനെയും ഒപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് ദേവിയും ഒപ്പം എൻ്റെ വള്ളിക്കാവിലെ അമ്മയും. ഈ 3 സങ്കല്പങ്ങളും ഒരേ സമയത്ത് എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വരാറുണ്ട്. ഈ അടുത്ത കാലത്താണ് അമ്മയുമായിട്ട് വളരെയധികം ഒരു ക്ലോസ് റിലേഷനിലേക്ക് വരുന്നത്, കഴിഞ്ഞ ഒരു 9 വർഷമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഹനുമാൻകാവിൽ പോകാൻ കാരണം അവിടെ ചെന്നു ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയ സമയത്ത് അമ്പലത്തിന് മുന്നിൽ കുറേ ഫോട്ടോകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ജപിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നെ രക്ഷിക്കണം എന്ന്, സാധാരണ ഞാനും ഒരു രാഷ്ട്രീയക്കാരിയാണല്ലോ, രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വോട്ട് കുറഞ്ഞു പോയാൽ പൊളിറ്റിക്കലി അത് തീർച്ചയായിട്ടും വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്തയും ഒരുപക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് തുറന്നു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ സാധാരണ കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെക്കുന്ന ഞാൻ രാമന്റെ ഫോട്ടോ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി.
അത് വാങ്ങിയിട്ട് ഞാൻ വളരെ സ്വകാര്യമായിട്ട് അതല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഞാൻ രാമനോട് പറഞ്ഞത്, അങ്ങ് വനവാസത്തിന് പോയ ആളല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പാലക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്ങയുടെ ഒരു കരുതൽ ഉണ്ടാകില്ലേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുമായിട്ടാണ് ഞാൻ പാലക്കാട് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കസ്റ്റമേറിയാണ്. അവിടെ ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് അവര് ആരതി, അതുപോലെ തന്നെ അവർക്ക് പൂവും പൊട്ടും തരിക എന്നുള്ളൊരു ചടങ്ങ് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ കണ്ടു പാലക്കാട്ടിൽ. അപ്പോൾ ഈ ഫോട്ടോയും എന്നെയും കൂടി അവര് വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അത് താമസിക്കാൻ ഫ്രീ ആയിട്ട് ഭക്ഷണം തന്നു, എനിക്ക് കിടക്കാൻ ഫ്രീ ആയിട്ട് സ്ഥലം തന്നു. ഒരു BJPയുടെ പ്രവർത്തകന്റെ അമ്മ അവിടെ ഈ രാമനെ കൊണ്ടുപോയി വെച്ച് വിളക്ക്. അപ്പോൾ ഇന്നത്തെ ഈ 20 വർഷത്തെ പൊളിറ്റിക്കൽ ലൈഫിനകത്ത് രാമനെ ദിവസവും കണ്ട് രാമന് ദിവസവും വിളക്ക് വെച്ച ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ. പക്ഷെ ജപിക്കുന്നതെല്ലാം കൃഷ്ണമന്ത്രങ്ങളാണ്, പക്ഷെ എല്ലാം ഒന്നാണല്ലോ. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുകയും ഒപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ സാധിക്കും ചെയ്യുന്ന ഈശ്വരന്മാരുടെ ഒരു വലിയ കൂട്ടം. ആ കൂട്ടത്തിനകത്ത് മനുഷ്യ ദൈവമായിട്ട് അതല്ലെങ്കിൽ വ്യക്തിയായിട്ട് ജനിക്കുകയും യേശുദേവനായിട്ട് മാറുകയും ചെയ്ത അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവരെ അത്തരം പ്രാർത്ഥനയിൽ അവർ അഭയം കണ്ടെത്തുന്നു. നബിയെ കുറിച്ച് പറയുമ്പോഴും അവിടെയും അത് തന്നെയാണ് സ്ഥിതി. അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്കിടയിൽ പലപ്പോഴും വിശാല അർത്ഥത്തിൽ BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ആശയ പരിപ്രേക്ഷ്യവും കമ്മ്യൂണിസ്റ്റുകാർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ പറയുന്ന ഒരു പുരോഗമന മൂല്യങ്ങളുടെ പരിപ്രേക്ഷ്യവും ഇത് തമ്മിലൊരു സമന്വയം സാധ്യമാണോ? കാര്യം പലപ്പോഴും ഇവർ രണ്ടുമാണ് ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാമൂഹിക ചോദ്യമാണ് ഈ ചോദ്യം വന്നതുകൊണ്ട് ഇവരൊരു ഒപ്പോസിംഗ് ശക്തികളും വിരുദ്ധ ശക്തികളുമായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സമരസപ്പെടലിന്റെ സാധ്യതകളുണ്ടോ? അല്ല, അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ദൈവം നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് രാഷ്ട്രീയക്കാരന്റെ കോൺസെൻട്രേഷൻ അത് മനുഷ്യനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യർക്കിടയിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നത് ആ മനുഷ്യനിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന് ഭക്ഷണം കൊടുക്കാനും അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും അവനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അവിടെ തീർച്ചയായിട്ടും അവൻ ഈശ്വരനെ ആ പ്രവൃത്തിയിൽ കണ്ടെത്തുകയാണ്. കാരണം നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞാൻ ദൈവമാകുന്നു, അത് തന്നെയാണ് നീയും എന്ന് പറഞ്ഞുകൊണ്ട് കോരനെയോ കാളിയെയോ അതല്ലെങ്കിൽ പാപ്പച്ചനെയോ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കപ്പെടുന്നതിന്റെ മാധ്യമം അതല്ലെങ്കിൽ മീഡിയേറ്റർ ദൈവമാണെങ്കിൽ നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അദ്ദേഹം ആ വ്യക്തിയെ സ്വീകരിക്കുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു ദൈവവിശ്വാസിയും തമ്മിൽ വളരെ വലിയ അകലമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അത്തരം രീതിയിൽ കാര്യം ഇപ്പം ലാറ്റിൻ അമേരിക്കയിലൊക്കെ ചരിത്രം എടുത്താൽ ലിബറേഷൻ തിയോളജിയുടെ പശ്ചാത്തലം, അതായത് പള്ളിയിലെ അച്ഛന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് ചേരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ആത്മീയ പ്രസ്ഥാനങ്ങളോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയി ദേവിക്കടക്കം അവർക്കെതിരെ കരിവാരത്തേക്കളുടെ ശ്രമം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ വളരെ ചെറിയ ശബ്ദങ്ങൾ മാത്രമാണ് ആദ്യം പ്രതിഷേധമായിട്ട് ഉയർന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വളരെ ചെറിയ ആൾക്കാർ മാത്രമാണ് ഉയർന്നത്. അതിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ച വ്യക്തികളിൽ ഒരാളാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ആ രീതിയിൽ ആത്മീയ പ്രസ്ഥാനങ്ങളും വിശാല അർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊരു ഐക്യം, പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആത്മീയതയും രാഷ്ട്രീയവും കൈകോർക്കണമെന്നുള്ള കാഴ്ചപ്പാടോ അത്തരം എന്തെങ്കിലും ദർശനങ്ങൾ? അല്ല, ആത്മീയത നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആത്മീയത നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയതയുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് അത് നന്മയെ സ്വാംശീകരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ ആ ആത്മീയതയിലേക്കൊരു തിരിഞ്ഞുനോട്ടം ചിലരിലൊക്കെ സാധ്യതയുണ്ട്. കാരണം അത് അവര് ഒരുപക്ഷെ പുറത്തു പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും അവർക്കകത്ത് അത് നിലകൊള്ളുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു വലിയ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനകത്തുള്ള ചില വിങ്ങലുകൾ പോലും പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ശബരിമലയിൽ പോകുന്നു? എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ പോകരുത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗണപതി ഹോമം വേണ്ട, നിങ്ങൾ അമ്പല കമ്മിറ്റികളിൽ പ്രവർത്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇന്നത്തെ യുവജനത, അതായത് അതിൽ പെൺകുട്ടികളുണ്ടാകാം ആൺകുട്ടികളുണ്ടാകാം, അവരെപ്പോഴും മാതാ പിത ഗുരു അതിഥി ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവൾ അറിഞ്ഞോ അറിയാതെയോ വരികയാണ്. അത് ഒരുപക്ഷെ അത് വേണമെങ്കിൽ അവർക്ക് മാറ്റിവെക്കാം പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യയുടെ ഒരു അഭിമുഖം വായിക്കുകയുണ്ടായി. അപ്പൊ അതിലവർ പറഞ്ഞത് ഭർത്താവ് ക്ഷേത്രത്തിലേ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ അവരും പോകുമായിരുന്നു. അപ്പോ ഭാര്യ
ഭർത്താവിന് വേണ്ടി, അതല്ലെങ്കിൽ മകൾ അച്ഛന് വേണ്ടി, എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ആകണം എന്ന് ആ ദൈവത്തിനോട് ചേരാൻ ആഗ്രഹിച്ചിട്ട് പോലും ചേരാൻ സാധിക്കാത്ത എത്രയോ ആളുകളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ രംഗത്ത് ചൂഷണം വരുന്നുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് വരുന്നുണ്ട്, ആൾദൈവങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇത് ശരിയല്ല എന്നുള്ള വിമർശനത്തെ എങ്ങനെ മറുപടി പറയും? അല്ല, അതിനകത്ത് ആൾദൈവം എന്നുള്ള വാക്കിനെ പോലും നമ്മൾ കൃത്യമായിട്ട് വേർതിരിച്ച് അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അല്പം ഭസ്മം അത് കൊടുക്കുന്നു എന്നുള്ള വ്യാജേന ആ ഭസ്മത്തിന് പൈസ ചോദിച്ചു വാങ്ങുന്ന വ്യക്തികളുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരല്പസമയത്തേക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ, അത് പക്ഷെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ടായിരിക്കാം, അതിന്റെ പേരിൽ ആ വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള കൊച്ചു കൊച്ചു കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മറവിൽ ഈശ്വരിയായിട്ട് വർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈശ്വരനായിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തി ഈശ്വരന്റെ തലത്തിലേക്ക് വരുന്നത്? വ്യക്തി വളരെ കൂടുതൽ അറിവ് സമ്പാദിക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തി തന്റെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ അദ്ദേഹത്തിന് സമൂഹത്തിന്റെ ഒരു ഉന്നതിയിലെത്തുന്ന സമയത്ത്, രജോ ഗുണം തമോ ഗുണം എന്നുള്ള അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ സാത്വികമായ ചിന്തയിലേക്ക് വ്യക്തി വളരുമ്പോഴാണ് അവൻ ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ, ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസത്തിൽ ഒരു തവണ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് പകരം ഒരുപക്ഷെ 3 തവണ ജപിക്കാൻ സാധിച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും. കാരണം ആ ഭക്തിയുടെയും ഈശ്വരന്റെയും തലം അത് വളരെ സാത്വികമായിട്ടുള്ള തലമാണ്. അങ്ങനെ ഒരു തലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു മിസ്റ്റർ ചേർത്ത് വിളിക്കേണ്ട പലരെയും മിസ്റ്റർ ചേർക്കാതെ പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യമുള്ളവരാണ് രാഷ്ട്രീയക്കാർ. അതല്ലെങ്കിൽ തന്റെ അച്ഛനേക്കാൾ മുതിർന്ന ഒരു വ്യക്തിയെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം, ബഹുമാനായിട്ടുള്ള അച്യുതാനന്ദൻ സഖാവിനെ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപക്ഷെ എപ്പോഴും ശ്രീ ചേർത്തുകൊണ്ട് വിളിക്കാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരിയാണ്. അത് ജപത്തിന്റെ മാർഗത്തിലൂടെ വളരെ കൂടുതൽ മുന്നോട്ട് പോയാൽ, ദൈവികമായിട്ടുള്ള ഒരു ഔന്നത്യം നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ നമ്മൾ സ്വാംശീകരിച്ചാൽ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ നമ്മൾ പാപവും അതിനകത്ത് കടന്നു വരും. ഞാൻ മുതിർന്ന ആളെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ മുതിർന്ന ആളെ ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യാൻ പാടുണ്ടോ? അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈശ്വരീയമായിട്ട് വളരെ വളരെ മെന്റലി നമ്മൾ കമ്മിറ്റഡ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്തും പൂർണ്ണതയില്ല എന്നുള്ളതും, കൂടുതൽ നമ്മൾ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഈശ്വരന്റെ തലത്തേക്ക് കൂടുതൽ നീങ്ങണം എന്നുള്ള ചിന്ത വരുമ്പോൾ അവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ അവിടെ ഒരു ആശയപരമായിട്ട് മനസ്സിനകത്ത് ഒരു വിങ്ങലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനർത്ഥം ഈശ്വര വിശ്വാസം കുറയ്ക്കുക എന്നുള്ളതല്ല, മറിച്ച് ചില ധർമ്മങ്ങൾ അത് രാഷ്ട്രീയത്തിനകത്ത് ചെയ്തു തീർക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അത് ദൈവം ഒപ്പം വരുമ്പോഴും ചില ഘട്ടങ്ങളിൽ ആ ഒരു തലത്തിൽ സത്യം മാത്രം പറയുക എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക? രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകൾ പൊതുസമൂഹം അറിയരുത് എന്ന് പാർട്ടിക്കൊരു ചട്ടക്കൂട് ഉള്ളപ്പോൾ ഒരുപക്ഷെ സത്യമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എങ്ങനെയാണ് നമുക്കത് പുറത്തു ഉള്ളിൽ ബാലൻസ് ചെയ്യുന്നത്? ധർമ്മങ്ങൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ പൊളിറ്റിക്സിനകത്തുണ്ടാകും. അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ. അതല്ല, ഞാൻ ഒരു സ്പിരിച്വലി മുന്നോട്ട് പോകാം, എനിക്കിത് മതിയായി, അതല്ലെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈശ്വരനോടൊപ്പം വളരെ കൂടുതൽ